നമസ്കാരം. സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ അവരവരുടെ കാലയളവുകളിൽ പഞ്ചായത്തിൽ നടത്തി വന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, യാഥാർത്ഥ്യമാക്കിയ വികസന സ്വപ്നങ്ങൾ, ക്ഷേമ പദ്ധതികൾ മുതലായവ പങ്കുവയ്ക്കുകയാണ് കേരള വിഷൻ ന്യൂസിലൂടെ. ഇന്ന് നമുക്കൊപ്പമുള്ളത് വയനാട് ജില്ലയിലെ അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഹഫ്സത്ത് CK, ഇടുക്കി ജില്ലയിലെ കൊക്കയാർ പഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക് എന്നിവരാണ്. വയനാട് ജില്ലയിലെ അമ്പലവയൽ പഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഹഫ്സത്ത് CK ഉണ്ട്. നമസ്കാരം ഹഫ്സത്ത്. ഇതുവരെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്താനാവുക? ഒപ്പം തന്നെ മാലിന്യമുക്തം നവകേരളം എന്ന വലിയൊരു ആശയത്തിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇതുവരെ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഹലോ, നമസ്കാരം. എന്റെ പേര് ഹഫ്സത്ത് CK, വയനാട് ജില്ലയിലെ അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റാണ്. 60.65 ചതുരശ്ര കിലോമീറ്റർ വീതിയിൽ 20 വാർഡുകൾ അടങ്ങിയതാണ് അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത്. ഏകദേശം 39,000-ഓളം ജനസംഖ്യയും അതിൽ 7,580 ജനറൽ കുടുംബവും 285 SC കുടുംബവും 1,481 ST കുടുംബവുമാണുള്ളത്. പഞ്ചായത്തിൽ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആരോഗ്യ, വിദ്യാഭ്യാസ, മാലിന്യ സംസ്കരണ രംഗത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രാദേശിക വികസന രംഗത്തും വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം നിരവധി ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ MCF, മിനി MCF ഓരോരോ വീടുകളിൽ കേന്ദ്രീകരിച്ച് ഓരോരോ പ്രവർത്തനങ്ങൾ എല്ലാം എങ്ങനെയാണ് നടത്തി വരുന്നത്? ഞങ്ങൾ ഈ ഭരണസമിതി വന്ന ഉടനെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. 40 ഹരിതകർമ്മ സേനാംഗങ്ങളെ വെച്ചുകൊണ്ട് വീടുകളിൽ നിന്ന് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുകയും അത് ശേഖരിക്കുന്നതിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ വാർഡിലും മിനി MCFകൾ സ്ഥാപിച്ചുകൊണ്ട് 56 മിനി MCF പഞ്ചായത്തിലുടനീളം സ്ഥാപിച്ചു. അതുപോലെ തന്നെ 36 ബോട്ടിൽ ബൂത്തുകളും 2 മെയിൻ MCFും 2 തുംകൂർ മൊഴി യൂണിറ്റുകൾ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും 65 തുംകൂർ മൊഴി യൂണിറ്റുകൾ NREGയിൽ ഉൾപ്പെടുത്തിയും ചെയ്തുകൊണ്ട് മാലിന്യ സംസ്കരണ രംഗത്തും അജൈവ മാലിന്യ ശേഖരണ രംഗത്തും യൂസർ ഫീ കളക്ഷനിൽ ജില്ലയിൽ 1ാം സ്ഥാനത്ത് വരെ എത്താൻ സാധിച്ചിട്ടുണ്ട്. കുറഞ്ഞ കാലയളവ് കൊണ്ടാണ് ഞങ്ങൾ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. തുടക്കം മുതലേ അല്ല, കുറഞ്ഞ കാലയളവ് കൊണ്ട് ഞങ്ങൾ ജില്ലയിലെ യൂസർ ഫീയുടെ കാര്യത്തിൽ ജില്ലയിൽ 1ാം സ്ഥാനത്ത് വന്നത് കേവലം 1 വർഷത്തെ പ്രവർത്തനം കൊണ്ടാണ്. പിന്നെ അതിങ്ങനെ നിലനിർത്തി പോരുന്നു. തീർച്ചയായും തുടർന്നും ഈ ഒരു പ്രവർത്തനം നിലനിർത്തി പോകാനാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആർദ്ര കേരളം പുരസ്കാരം തുടർച്ചയായി 3 വർഷം സ്വന്തമാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് എന്നറിയാൻ സാധിക്കുന്നു. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം, ഈ ഒരു പുരസ്കാരം നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളൊക്കെ എങ്ങനെയാണ്? ആരോഗ്യ മേഖലയിലെ ആർദ്ര കേരള പുരസ്കാരം തുടർച്ചയായി വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി എന്നൊരു പ്രത്യേക പദ്ധതിയാണ് ഞങ്ങൾ ആ മേഖലയിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ 2 പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് വലിയ ഏകദേശം ഒരു വർഷത്തിൽ 45 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് വിവിധ കാര്യങ്ങൾ പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു വരുന്നു. അതുപോലെ തന്നെ ഈ പാലിയേറ്റീവ് രജിസ്റ്റർ ചെയ്യപ്പെട്ട രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഓരോ വർഷവും ഒപ്പം എന്ന പേരിൽ അതത് വർഷം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒപ്പം 2023, ഒപ്പം 2024 എല്ലാ വർഷവും നമ്മൾ രോഗി ബന്ധു സംഗമം നടത്തുന്നു. ഈ 4 ചുവരുകൾക്കുള്ളിൽ രോഗിയായി തളക്കപ്പെട്ട ആളുകളുടെ ഒരു മാനസികോല്ലാസവും അവർക്ക് പുറം ലോകവുമായുള്ള ഒരു ബന്ധവും ഒരു റിലാക്സേഷനുമായിട്ട് കൾച്ചറൽ പ്രോഗ്രാം അടക്കം ഒരു ദിവസം മുഴുവനായി ഞങ്ങൾ ഭരണസമിതി ഒന്നാകെ അവരോടൊപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെലവഴിക്കുന്ന ഒരു പരിപാടിയാണ് ഒപ്പം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ
ശുചിത്വ മേഖലയിൽ നടത്തിയ പ്രവർത്തനവും ആരോഗ്യ മേഖലയ്ക്ക് ഒരുപാട് ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്ക് പോലെയുള്ള പൊതു ശൗചാലയ പരിപാടികൾ വളരെ ശ്രദ്ധയാകർഷിക്കുന്ന, അല്ലെങ്കിൽ അത്രയും ഭംഗിയുള്ള ഒരു ഇടമായി ഞങ്ങൾ ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ സ്ത്രീകൾക്കായി വനിതാ ഫിറ്റ്നസ് സെന്റർ, വയോജനങ്ങൾക്കായി വാർഡുകൾ തോറും ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് ഏറ്റവും മികവുറ്റ ഒരു പദ്ധതിയായിട്ട് ഞങ്ങൾ തന്നെ വിലയിരുത്തുന്നത്. കാരണം ഓരോ വാർഡിലും ഒരു മാസത്തിൽ 2 കേന്ദ്രങ്ങളിലായി പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അതായത് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കുന്നതിനും നിലവിൽ ഉള്ളവരെ നിയന്ത്രിച്ചു നിർത്തുന്നതിനും ആവശ്യമായ പ്രവർത്തനം വാതിൽപ്പടി സേവനം പോലെ വാർഡ് തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നടത്തി വരുന്നു. വളരെ ജനപ്രിയ പദ്ധതിയായി ആ പദ്ധതിയെ ഞങ്ങൾ കാണുന്നു. ആരോഗ്യ വകുപ്പും അതിനെ ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അംഗീകാരങ്ങൾ തന്നിട്ടുള്ളത്. തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം തന്നെ ആരോഗ്യ രംഗത്തും എല്ലാം തന്നെ നിരവധിയായിട്ടുള്ള നേട്ടങ്ങളാണ് ഈ ഒരു പഞ്ചായത്ത് സ്വന്തമാക്കിയിരിക്കുന്നത്, കൈവരിക്കുന്നത്. ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉണ്ടാകട്ടെ. മാലിന്യ മുക്തം നവകേരളത്തിനായി ഒരുപാട് പരിശ്രമിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഒപ്പം തന്നെ ആരോഗ്യ മേഖലയും പറഞ്ഞു. ഇനി വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത നേട്ടം തന്നെയാണ് ഈ ഒരു ഗ്രാമപഞ്ചായത്ത് കൈവരിച്ചിരിക്കുന്നത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗോത്ര വിദ്യാർത്ഥികൾക്കായി അമ്പലവയൽ LP സ്കൂളിൽ ഗോത്ര ഫെസ്റ്റ് അടക്കം സംഘടിപ്പിക്കുന്നു എന്ന് അറിയാൻ സാധിക്കുന്നു. ഇതിന്റെ എല്ലാം പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? വിദ്യാഭ്യാസ മേഖലയിലും വലിയൊരു ശ്രദ്ധയൂന്നിക്കൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് കടന്ന് പോന്നിട്ടുള്ളത്. എല്ലാ സ്കൂളുകളിലും, എല്ലാ LP സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തോടു കൂടി അത് പൂർത്തീകരിക്കും. അതുപോലെ തന്നെ വയനാട് ജില്ലക്കകത്തു നിന്നും പുറത്തു നിന്നും കുട്ടികൾക്ക് സന്ദർശിക്കാവുന്ന തരത്തിൽ ഒരു പദ്ധതി, അതായത് നമ്മൾ സൗരയൂഥം ഒക്കെ കാണുന്ന രീതിയിൽ വെർച്വൽ ലാബ് അമ്പലവയൽ LP സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന അമ്പലവയൽ LP സ്കൂളിൽ ഒരു വെർച്വൽ ലാബ് സജ്ജീകരിക്കാനുള്ള പദ്ധതി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തോടുകൂടി അത് പൂർത്തീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗോത്ര ഫെസ്റ്റ് ഈ വർഷം മുതൽ കലോത്സവ വേദികളിൽ അത് കാണാൻ സാധ്യമായെങ്കിലും കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി വിവിധ ഗോത്ര വിഭാഗങ്ങളിലെ കുട്ടികളെ അവർ പൊതുവേദികളിലേക്ക് വരാൻ വൈമുഖ്യം കാണിക്കുമ്പോൾ അവർക്ക് വേണ്ടി മാത്രമായി, അവരുടേത് മാത്രമായ ഒരു ഫെസ്റ്റ് ഞങ്ങൾ നടത്തി. വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി ആക്റ്റീവായി ഈ കുട്ടികൾ അവരുടെ കലാവാസനകൾ പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ തീർത്തും ഓരോ വാർഡ് തലത്തിലും അത് നടത്തണം എന്നുള്ള ഒരു ആവേശമാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗോത്ര വിഭാഗത്തിലെ കുട്ടികളുടെ കലാവാസനകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയ ഗോത്ര ഫെസ്റ്റ് പൊതുവെ ഈ സമൂഹം ഒന്നാകെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഇത് കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ തുടർച്ചയായിട്ട് നടത്തി വരുന്നുണ്ട്. സ്കൂളുകളിൽ കുട്ടികൾക്കായി സ്പോർട്സ് അക്കാദമി ഉണ്ട്. അവർക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്യാറുണ്ട്. ഇംഗ്ലീഷ് ഭാഷ പഠനം വിപുലപ്പെടുത്തുന്നതിന്, അല്ലെങ്കിൽ സംസാരിക്കുന്നതിന് ആവശ്യമായ സ്പെഷ്യൽ പരിശീലനം നൽകുന്നതിന് ഞങ്ങൾ പദ്ധതി വെച്ച് നടപ്പാക്കിയിട്ടുണ്ട്. അതിന്റെയൊക്കെ മികവും അതിന്റെയൊക്കെ പ്രയോജനവും കുട്ടികളുടെ പെരുമാറ്റത്തിൽ നിന്ന് പോലും നമുക്ക് തൊട്ടറിയാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പിന്നാക്ക വിഭാഗങ്ങൾക്കായി ഏതൊക്കെ തരത്തിലുള്ള വിഭാഗം ജനങ്ങൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? ST വിഭാഗത്തിന് സാധാരണഗതിയിൽ നടത്തുന്ന പതിവ് പദ്ധതികൾക്ക് പുറമെ, അതായത് അവരുടെ വീട് ഇപ്പോ ലൈഫിലാണെങ്കിലും PMAYയിലാണെങ്കിലും ഗുണഭോക്തൃ ലിസ്റ്റിൽ പ്രയോറിറ്റി നോക്കാതെ ST വിഭാഗത്തെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് അവരെയാണ് കൂടുതൽ ആദ്യം വീട് കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ പുറമെ നമ്മളിപ്പോ ഗോത്ര ഫെസ്റ്റിന്റെ കാര്യം പറഞ്ഞാൽ അത് അവർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ നടത്തിയ ഒരു പരിപാടിയാണ്. പിന്നെ വാട്ടർ ടാങ്ക് വിതരണം, അവരുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് SC വിഭാഗത്തിനും ST വിഭാഗത്തിനും വാട്ടർ ടാങ്ക് വിതരണം, പഠനോപകരണങ്ങൾ, മേശ, കസേര, പാഠപുസ്തകങ്ങൾ, അത്തരം കാര്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ പ്രയാസമുള്ള, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളെ പരീക്ഷാ കാലയളവുകളിൽ സ്കൂളിൽ ഇരുത്തി ക്യാമ്പ് നടത്തി കൊണ്ട് അവരുടെ പഠന സൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് കുട്ടികളെ കൂടുതൽ ST വിഭാഗത്തിലെ കുട്ടികളിലേക്ക് ശ്രദ്ധയൂന്നാനുള്ള പദ്ധതികളൊക്കെ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും ജനകീയ കൂട്ടായ്മയോടുകൂടിയും നടത്തി വരുന്നുണ്ട്.
കൃഷിക്കും കർഷകർക്കും കൃഷിക്കായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ അവിടെ നടപ്പിലാക്കി വരുന്നു. വയനാടിന്റെ ഈ മലയോര മേഖല കൂടി ആണോ ഈ ഒരു പഞ്ചായത്ത്? അതോടൊപ്പം തന്നെ കൃഷിക്കാർക്കും ഈ കർഷകർക്കായിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള സബ്സിഡികൾ അടക്കമുണ്ടാകും? അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടത്തി വരുന്നത്? കാർഷിക മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കാർഷിക മേഖല വളരെ അധികം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുകയാണ്. അവർ കൃഷി ആവശ്യത്തിനായി വാങ്ങുന്ന വളത്തിന് നമ്മൾ സബ്സിഡി നൽകാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ പമ്പ് സെറ്റ് വിതരണം ചെയ്യാറുണ്ട്. കാർഷിക വിത്തുകൾ, കിഴങ്ങ് വിത്തുകള്, പച്ചക്കറി തൈകള്, പഴവർഗ്ഗ തൈകള്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ വർഷവും നമ്മൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് മുട്ടക്കോഴി വിതരണം, പോത്തുകുട്ടി വിതരണം, തീറ്റപ്പുൽ കൃഷി, അവർക്ക് ആവശ്യമായ സോളാർ ടാങ്ക്, കമ്പോസ്റ്റ് പിറ്റ്, ഇത്തരം സാധനങ്ങളൊക്കെ തന്നെ ക്ഷീര കർഷകരുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമുള്ള ഇതെല്ലാം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധ്യമാകാത്ത NRGയിൽ ഉൾപ്പെടുത്തി നമ്മൾ എല്ലാ വർഷവും തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളത്തിന് സബ്സിഡി 75%, പിന്നെ സബ്സിഡി ജൈവവളത്തിനും 50%, രാസവളത്തിനും സബ്സിഡി നൽകുന്നുണ്ട്. വന്യമൃഗ ശല്യമെല്ലാം ഉള്ള ഒരു പ്രദേശമാണോ? ഈ വന്യമൃഗ ശല്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ അത്തരത്തിൽ എന്തെങ്കിലും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? വനപ്രദേശത്തോട് ചേർന്ന് കിടക്കാത്ത എന്നാൽ വന്യമൃഗശല്യം വല്ലാതെയുള്ള ഒരു പഞ്ചായത്താണ് അമ്പലവയൽ പഞ്ചായത്ത്. പന്നി, കാട്ടാട്, മുയല് അടക്കം, കുരങ്ങ്, ഒരു ചെറുകിട കർഷകർ പോലും വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള ഒരുപാട് ഏരിയ അമ്പലവയൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ആയുർവേദ പരിരക്ഷ എന്ന് പറഞ്ഞിട്ട് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ആയുർവേദ മരുന്ന് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ അവരുടെ ജീവിതശൈലി രോഗ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വാർഡുകളിലേക്ക് പോയി അവരെ ആശുപത്രികളിലേക്കും ടൗണുകളിലേക്കും വരാനുള്ള പ്രയാസം മനസ്സിലാക്കി അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് നമ്മൾ ആ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഇനി ഈ വർഷം നമ്മൾ ഒരു വയോജന സംഗമം എന്നുള്ള നിലക്ക് മുഴുവൻ അമ്പലവയൽ പഞ്ചായത്തിന്റെ മുഴുവൻ വയോജനങ്ങളെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്താനുള്ള ഒരു പ്ലാനും പഞ്ചായത്തിന്റെ മുന്നിലുണ്ട്. തീർച്ചയായും ഈ ടൂറിസം മേഖലയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പഞ്ചായത്താണ്. ടൂറിസം കേന്ദ്രങ്ങൾ ഉള്ള ഒരു പ്രദേശമാണോ? അതോടൊപ്പം തന്നെ ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇനി വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഭാവി പ്രവർത്തനങ്ങൾ എല്ലാം എങ്ങനെയാണ്? ഭാവിയിൽ നമ്മൾ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത് ഈ ടൂറിസം ഒരു മേഖല ആയതുകൊണ്ട് തന്നെ അമ്പലവയൽ ടൗണിനെ സൗന്ദര്യവൽക്കരിച്ച് ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റുന്നതിനും, അതുപോലെ തന്നെ ഒരുപാട് കാട് പിടിച്ചു കിടക്കുന്ന മയക്കുമരുന്ന് മാഫിയകൾക്കും അതിന്റെ കച്ചവടക്കാർക്കും ഒക്കെ കണ്ണികൾക്കുമൊക്കെ സ്വൈരവിഹാരം നടത്താൻ ഉതകുന്ന തരത്തിൽ റവന്യൂ ലാൻഡും അതിൽ കുറെ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങളും അമ്പലവയൽ ടൗണിന്റെ ഹൃദയഭാഗത്തുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വന്ന് അത് പഞ്ചായത്തിന് വിട്ടുതരികയാണെങ്കിൽ അവിടെ ഒരു വയോജന പാർക്ക്, ഒരു ഹാപ്പിനെസ് പാർക്കൊക്കെ നിർമ്മിക്കാൻ പഞ്ചായത്ത് സന്നദ്ധമാണ്. അതിനാവശ്യമായ നടപടികളൊക്കെ ഞങ്ങൾ സ്വീകരിച്ചു വരുന്നുണ്ട്. പക്ഷേ റവന്യൂ ഭൂമി വിട്ടുകിട്ടുന്നതിനുള്ള ഒരു പ്രയാസം ചെറുതല്ല. അതുകൊണ്ട് തന്നെ ആ ആഗ്രഹങ്ങളൊക്കെ ഈ ടൗണിന്റെ ഹൃദയഭാഗത്ത് പിന്നെ മെയിൻ റോഡിന് PWD റോഡിന്റെ സൈഡിൽ കാട് പിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങുകൾ നോക്കുകുത്തിയായി ഇങ്ങനെ ഒരു ടൗണിനൊരു ശാപമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. തീർച്ചയായും അതെല്ലാം പരിഹരിച്ച് ആ ഒരു സ്ഥലം ഏറ്റെടുത്ത് അവിടെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്താൻ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വയനാട് ജില്ലയിലെ അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഹഫ്സത്ത് CK ആണ് നമ്മളോട് പഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി.